നമ്മൾ ഹിപ്പ് ഡിസ്പ്ലേസിയയുടെ തേർഡ് ടൈപ്പായ ഡിസ്ലൊക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പ്രോബ്ലം ഇസ് വിത്ത് ദ ടോട്ടൽ ഹിപ്പ് ജോയിൻറ്റ്. ഹിപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലാക്സ് ആയിരിക്കും. ഹെഡ് ഓഫ് ദ ഫിമർ അസെറ്റാബുലത്തിൻ്റെ ഉള്ളിലായിരിക്കില്ല ലൊക്കേറ്റ് ചെയ്യുന്നത്. അസെറ്റാബുലത്തിനേക്കാളും മേളിൽ അല്ലെങ്കിൽ അത് തെന്നി മാറി വെളിയിലേക്ക് വന്നിട്ട് അസെറ്റാബുലത്തിനേക്കാളും മേളിൽ പോസ്റ്റീരിയർ ആൻഡ് സുപ്പീരിയർ ആയിട്ടായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്യുക. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ക്യാപ്സ്യൂളിന് എന്ത് പറ്റും, അത് ഭയങ്കരമായിട്ട് വലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. സോ ദിസ് ലിഗമെൻറ്റം ടീറസ് ദാറ്റ് വിൽ ബി സ്ട്രെച്ച്ഡ് ഔട്ട് ആൻഡ് ടോൺ. ഇതാണ് ഡിസ്ലൊക്കേഷനിൽ സംഭവിക്കുക. മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്, അത് ലാക്സ് ആണ്. ഹെഡ് ഓഫ് ദ ഫിമർ അസെറ്റാബുലത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഇത് മോർ പോസ്റ്റീരിയർലി ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. അതായത് അസെറ്റാബുലത്തിൻ്റെക്കാളും മുകളിലേക്കായിരിക്കും ഈ ഹെഡ് ഓഫ് ദ ഫിമർ വന്ന് ലൊക്കേറ്റ് ചെയ്യുക. സോ അസെറ്റാബുലം സോക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഇത് മോർ പോസ്റ്റീരിയർലി ആൻഡ് സുപ്പീരിയർലി ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ചുറ്റും ഈ ഒരു ഹിപ്പ് ജോയിൻറ്റിനെ പിടിച്ചു നിർത്തുന്ന ലിഗമെൻറ്റം ടീറസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂളാണ് ഭയങ്കരമായിട്ട് സ്ട്രെച്ചായിട്ട് ടോട്ടായിട്ടായിരിക്കും ഇരിക്കുക. So this is the third type of hip dysplasia, which is dislocation. So we have seen about the three types. Acetabular dysplasia. ഇവിടെ കുഴപ്പം അസെറ്റാബുലത്തിൻ്റെ ആംഗിളിലാണ്. അസെറ്റാബുലത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ലാറ്ററലി ആയിരിക്കും പ്ലേസ്ഡ്. അത് കാരണം ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാം ഭാവിയിൽ. കുട്ടി ജനിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സബ്ലക്സേഷൻ, ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് ക്യാപ്സ്യൂളിനാണ്. ക്യാപ്സ്യൂൾ ഭയങ്കര വീക്കാണ്. പക്ഷെ കുട്ടി ജനിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭാവിയിൽ ഫെമറിന് അസെറ്റാബുലത്തിൽ നിന്ന് തെന്നി മാറി ഡിസ്പ്ലേസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ഫൈബ്രിനോ കാർട്ടിലേജിൽ ഇത് എക്സസീവ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് കാരണം പ്രോപ്പറായിട്ടുള്ള ഓസിഫിക്കേഷൻ നടക്കില്ല. ആൻഡ് ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഫ്ലാറ്റനിങ് ഓഫ് ദ സോക്കറ്റ്. ദ തേർഡ് ടൈപ്പ് ഇസ് ഡിസ്ലൊക്കേഷൻ. ഇവിടെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു എവിഡൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടായിരിക്കും ജനിക്കുക. ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹിപ്പ് ജോയിൻറ്റിനാണ്. ഫെമർ അസെറ്റാബുലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി അത് അസെറ്റാബുലത്തിനേക്കാളും മോർ പോസ്റ്റീരിയർ ആൻഡ് സുപ്പീരിയർ ആയിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. അത് കാരണം ആ ഹിപ്പ് ജോയിൻറ്റിനെ പിടിച്ചു നിർത്തുന്ന ലിഗമെൻറ്റം ടീറസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ ദാറ്റ് വുഡ് ബി taut and stretched out. Now coming to the causes. So there are many causes for development of congenital hip dysplasia. The first thing is hereditary. So വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലൊക്കെ ഹിപ്പ് ഡിസ്പ്ലേസി ഉണ്ടെങ്കിൽ വരുന്ന ജനറേഷനിലെ കുട്ടികൾക്കും there are high chances of developing hip dysplasia. The next is female to male ratio. So the female to male ratio is about 4:1. പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ദ റേഷ്യോ ഇസ് 4:1. ഇതിൻ്റെ കാരണം സംടൈംസ് ദേ മേ ആസ്ക് ആൻഡ് ഗിവ് ദ റീസൺ. ഇത് നോട്ട് ചെയ്തിടുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കുക. So the reason is due to increased laxity of the ligaments of the female fetus in response to maternal hormone secretion towards the end of pregnancy. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ മാറ്റേണൽ ഹോർമോൺ സെക്രീഷൻ, മാറ്റേണൽ ഹോർമോൺസ് ആയ ഈസ്ട്രജനും പ്രൊജസ്ട്രജനും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീമെയിൽ ഫീറ്റസ് ആണെങ്കിൽ ഈ ഹോർമോൺസിനോട് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ദർ ക്യാൻ ബി ലാക്സിസിറ്റി ഓഫ് ദ ലിഗമെൻറ്റ്സ് ഓഫ് ദ ഹിപ്പ് ജോയിൻറ്റ്. ഈ ഒരു ഹോർമോൺസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലിഗമെൻറ്റ്സ് വീക്കായി പോവും ഈ കുട്ടിയുടെ. ആൻഡ് ഫൈനലി ഇറ്റ് മേ റിസൾട്ട് ഇൻ ഡിസ്പ്ലാസിയ ഡ്യൂ ടു ദ ലാക്സിസിറ്റി ഓഫ് ദ ലിഗമെൻറ്റ്സ്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഫീമെയിൽ ടു മെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. എൻഡ് ഓഫ് ദ പ്രഗ്നൻസിയിൽ മറ്റേണൽ ഹോർമോണൽ സെക്രീഷൻ ഹൈ ആവും. മെയിൽ ചൈൽഡ് ആണെങ്കിൽ ആ ഒരു ഹോർമോണിനോട് അധികം റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ അതിനോട് ഭയങ്കരമായിട്ട് ഈ ഒരു ഹോർമോൺസിനോട് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ലാക്സിസിറ്റി ഓഫ് ദ ലിഗമെൻറ്റ്സ് വിച്ച് മേ ഫൈനലി റിസൾട്ട് ഇൻ എ ഹിപ്പ് ഡിസ്പ്ലാസിയ. ഇനി മൂന്നാമത്തെ ഒരു ഫാക്റ്റാണ്, ബോത്ത് ഹിപ്സ് ആർ അഫക്റ്റഡ് ഇൻ അബൌട്ട് 25% of the cases. If it is a unilateral case, usually it is the left hip that is affected than the right. ഇതും give the reasonൽ ചോദിക്കാറുണ്ട്.
ബൈലാറ്ററൽ 25% കേസസിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. യൂണിലാറ്ററൽ ആണ് 75% കേസസും. യൂണിലാറ്ററലിൽ തന്നെ റൈറ്റിനേക്കാളും കൂടുതൽ ലെഫ്റ്റ് ലെഗ് ആയിരിക്കും എഫക്റ്റഡ്. സോ ഇത് ഗീവ് ദ റീസണിൽ ചോദിക്കാം, വൈ ഇസ് ദ ലെഫ്റ്റ് ലെഗ് more affected in congenital hip dysplasia? The reason is this. The എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഫീറ്റസ് യൂഷ്വലി ലൈസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മദേഴ്സ് ബാക്ക്. എല്ലാവർക്കും അറിയാം, കുട്ടികൾ അമ്മയുടെ വൂമ്പിൽ കിടക്കുമ്പോൾ യൂഷ്വലി ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും കൂടുതൽ കിടക്കുക. The left upper leg is then constrained by the maternal lumbar spine and remain adducted and develop dysplasia. So ഈ ഒരു പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ കുട്ടികൾ കിടക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ലെഗിനെ അമ്മയുടെ മെറ്റേണൽ സ്പൈൻ കാരണം ഒന്ന് കംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഈ ലെഫ്റ്റ് ലെഗ് ഇരിക്കുക. ആൻഡ് ഇറ്റ് റീമെയിൻസ് അഡക്റ്റഡ് ആൻഡ് ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഡിസ്പ്ലാസിയ. സോ റീസൺ ഇതാണ്. യൂഷ്വലി മെജോറിറ്റി ഓഫ് ദ ഫീറ്റസ് അമ്മമാരുടെ വൂമ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുക. ആൻഡ് ഡ്യൂ ടു ദ എക്സസീവ് പ്രഷർ ദാറ്റ് വിൽ ബി എക്സേർട്ടഡ് ബൈ ദ maternal spine over the left upper leg of the fetus, it remains adducted and finally it may result in a dysplasia. So ഇതുവരെ പറഞ്ഞ കോസസിൽ ഹെറിഡിറ്ററി, മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഫീമെയിൽസിനാണ് കൂടുതൽ, 4 times കൂടുതലാണ്. ഇതിൻ്റെ റീസൺ ഫീമെയിൽ ചൈൽഡ് വിൽ ബി റെസ്പോണ്ടിങ് മോർ ടു ദ increased maternal hormone secretion towards the end of the pregnancy, and which may result in the laxity of the ligaments. Usually it is unilateral, which is 75% of the cases are unilateral, and the left leg is more affected. The reason for this is fetus usually lies on the left side of the womb, and the left upper leg of the fetus may be constrained by the maternal lumbar spine, and it can result in a deformity. ഇനി ബ്രീച്ച് പൊസിഷനിലാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ again the child has high chances of developing congenital hip dysplasia. ഇതിന് കാരണം ഇതാണ്. In this position the fetal femur can be easily forced out of the acetabulum. So breech position, കുട്ടി തലതിരിഞ്ഞാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ പലരും. സോ അങ്ങനെ കിടക്കുന്ന പൊസിഷനിൽ, ബ്രീച്ച് പൊസിഷനിലാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ തലയും കുത്തിയായിരിക്കും കുട്ടി കിടക്കുക. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ ഫെമറൽ ഹെഡ് അസെറ്റാബുലത്തിൽ നിന്ന് വെളിയിലേക്ക് ഫോഴ്സ്ഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബ്രീച്ച് പൊസിഷനിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ ദ ഫസ്റ്റ് ചൈൽഡ് ഓഫ് ദ ഫാമിലി. ഹെറിഡിറ്ററിയിൽ നമ്മൾ പറഞ്ഞു ചാൻസസ് ഉണ്ടെന്ന്. അതിൽ തന്നെ ഫസ്റ്റ് ചൈൽഡിനാണ് കൂടുതൽ ഹിപ്പ് ഡിസ്പ്ലേസിയ ഉണ്ടാവാനുള്ള സാധ്യത. It may be also affected by geographic and cultural variations. So it is found highly in few countries like northern Italy and southern France. So ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 2 രാജ്യങ്ങളിലാണ്, നോർത്തേൺ ഇറ്റലി ആൻഡ് സദേൺ ഫ്രാൻസ്. കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇസ് ദ നെക്സ്റ്റ് കോസ്. സോ ഇപ്പോൾ അമേരിക്കൻ കൾച്ചറിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളെ കെങ്കാരു ബാഗിലിട്ടിട്ട് 2 കാലും ഇങ്ങനെ അടുപ്പിച്ച് അഡക്റ്റഡ് ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ, കാലിങ്ങനെ ആടി ഇളകി കിടക്കുന്ന രീതിയിലാണ് അമ്മമാർ കൊണ്ടു കിടക്കുക അല്ലേ. അങ്ങനത്തെ കൾച്ചറിലെ കുട്ടികൾക്ക് ഈ ഒരു ഹിപ്പ് ഡിസ്പ്ലേസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ത്യൻ മദേഴ്സ് എങ്ങനെ കൊണ്ടെടുക്കുക, നമ്മളുടെ ഒക്കത്ത് വെച്ച് അല്ലെങ്കിൽ ഒക്കത്ത് 2 കാലും വിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ കൊണ്ടെടുക്കുക. സോ നമ്മളുടെ കുട്ടികൾക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവും. അതേസമയം വെസ്റ്റേൺ കൾച്ചറിൽ കങ്കാരു ബാഗിൽ കാലൊക്കെ ആടി തൂങ്ങി കളിച്ച് നടക്കുന്ന കുട്ടികൾക്ക് ഇതുണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുമാണ്. സോ ഇറ്റ് ഈസ് മോർ prevalent in cultures where the infant are swaddled with legs together in abduction. It can be also associated with few neurological disorders like meningomyelocele and cerebral palsy. ഈ മെനിഞ്ചോമൈലോസീലിലും അതുപോലെ തന്നെ സെറിബ്രൽ പാൾസിയിലും ഒക്കെ the overall muscle strength of the child would be affected. സോ ഈ മസിൽ സ്ട്രെങ്ത് വീക്ക് ആയതുകൊണ്ട് നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റിനെ ചുറ്റുമുള്ള ആ ഒരു ലിഗമെൻറ്റും അതുപോലെ തന്നെ മസിൽസും ഒക്കെ വീക്കായിരിക്കും. സോ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എ ഡിഫോമിറ്റി.